ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോ കാണാം കേട്ടോ. ഏത് മോഡലിൽ വേണമെങ്കിലും തയ്ച്ചിട്ടുള്ള ടോപ്പുകളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് സാധാരണ സ്ലിറ്റ് ചുരിദാറാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു ടോപ്പ് കണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ മോഡൽ കണ്ടോ, ഏറ്റവും മേൽവശത്ത് നമ്മുടെ സാധാരണ ഒരു സ്ലിറ്റ് ടോപ്പിൻ്റെ ഒരു ഭാഗം, പിന്നെ താഴോട്ട് വരുന്ന ഒരു പാവാടയുടെ പോലെയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാനുള്ളത് നോർമൽ ഒരു സ്ലിറ്റ് ചുരിദാറാണ്. അപ്പോൾ അതെങ്ങനെ ശരിയാക്കാമെന്നാണ് കേട്ടോ നമ്മളിന്ന് കാണിക്കാൻ പോണത്. നമ്മുടെ ചുരിദാറിനെ കറക്റ്റ് നല്ല വശമാക്കിയിട്ട് തിരിച്ച് വെക്കുക. അതിന് ശേഷം നമ്മുടെ ആ ഒരു സ്ലിറ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനെ കറക്റ്റ് താഴത്തെ വശം ആ ഒരു മേൽഭാഗം കറക്റ്റ് ഒപ്പാക്കി വെക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ചുരിദാറിൽ ആ ഒരു പാവാട പോലെ നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ കൂടുതലായിട്ടുള്ള ആ ഒരു ഭാഗം നമുക്കിനി വേണ്ട. അപ്പം അതിന് നമ്മൾ ആ ഒരു ചുരിദാറിൻ്റെ ആ ഒരു സ്ലിറ്റിൻ്റെ ആ സൈഡിൽ കൂടെ കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിൻ്റെ ശേഷം വേസ്റ്റായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ നല്ല വശമാക്കി വെച്ചതിൻ്റെ ശേഷം നമുക്ക് കട്ട് ചെയ്യാം. നേരെ തിരിച്ച് നമ്മൾ ചീത്തവശം വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യരുത് കേട്ടോ. അപ്പോൾ പാവാട പോലെ നിൽക്കുന്ന ആ ഒരു ഭാഗമുള്ള കാരണം തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവില്ല നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ. പിന്നെ അതിലേക്ക് അങ്ങനെ നമ്മുടെ കത്രികയുടെ തട്ടിക്കഴിഞ്ഞ് എങ്ങാനും വെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഈ ഒരു ടോപ്പിൽ. അപ്പം അത് കാരണം ഇതേപോലെ നല്ല വശമാക്കി വെച്ചതിൻ്റെ ശേഷം ആദ്യം കട്ട് ചെയ്യാം. അതിന് ശേഷം ഇങ്ങനെ ചീത്തവശമാക്കിയിട്ട് നമുക്ക് തിരിച്ച് വെക്കാം കേട്ടോ. ഇനി നമ്മൾ ആ ഒരു വെട്ടി നിർത്തിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് കറക്റ്റ് ആക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു അളവ് ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വണ്ണം ഒന്ന് കറക്റ്റ് ആ ഒരു സ്ലിറ്റിൻ്റെ ആ ഭാഗത്തുള്ള വണ്ണവും അതുപോലെ എത്ര ഇറക്കിലാണ് സ്ലിറ്റ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ടോപ്പിൻ്റെ മുകളിൽ അളവ് ടോപ്പ് ഇതേപോലെ വെക്കുക. വെച്ചതിന് ശേഷം നമ്മൾക്ക് കറക്റ്റാക്കി പിടിച്ചിട്ട് ആ ഒരു സ്ലിറ്റും എത്രയ്ക്കാണോ ഇറക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് മാർക്ക് ചെയ്യുക കേട്ടോ നമ്മുടെ ചുരിദാറിൽ. സ്ലിറ്റിൻ്റെ ഭാഗം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാഗം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം മേലെന്ന് ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തേക്ക് ആ ഒരു ഷേപ്പ് കറക്റ്റാക്കിയിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴത്തെ ആ ഒരു ഭാഗത്തും ഇതുപോലെ മാർക്ക് ചെയ്ത് വണ്ണവും മാർക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ആ ഒരു സൈഡിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവിടെ ഒരു സ്ലിറ്റ് തയ്ക്കുന്ന സമയത്തേ കറക്റ്റ് ഇങ്ങനെ വടി പോലെ ഇങ്ങനെ നിൽക്കും. ആ ഒരു നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് ആ ഭാഗത്തൊന്ന് കട്ട് ചെയ്തിടുന്നത്. ചുരിദാറിൻ്റെ സ്ലിറ്റിനായിട്ടുള്ള മാർക്ക് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലിറ്റ് ഇടണേക്കാൻ മുപ്പാട് മേൽവശത്ത് നിന്നിട്ട് ആ ഒരു സ്ലിറ്റിൻ്റെ അവിടേക്ക് ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തിട്ടില്ലേ, അതിൽ കൂടെ നമുക്കൊന്ന് തയ്ച്ച് ഒന്ന് കെട്ടിട്ട് നിർത്താം. സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗത്തെത്തുമ്പോൾ നമ്മൾ ഇതേപോലെ 2-3 വട്ടം ഒന്ന് കെട്ടിടുക. അതിന് ശേഷം ഇതേപോലെ തിരിച്ച് വെച്ചിട്ട് വീണ്ടും താഴ്ത്ത് നിന്നിട്ട് മേലോട്ട് തയ്ച്ചെടുക്കുക കേട്ടോ. ഒരു വശത്ത് മുഴുവനായിട്ട് നമ്മുടെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്ത ഭാഗം തയ്ച്ച് കെട്ടിട്ട് നിർത്തി കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തെ സൈഡിലും അതേ രീതിക്ക് തന്നെ ആ ഒരു ഷേപ്പ് മാർക്ക് ചെയ്തേ കൂടെ തയ്ച്ച് കെട്ടിട്ട് നിർത്താം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് സ്ലിറ്റ് തയ്ച്ച് തുടങ്ങാനായിട്ട്.
ചുരിദാറിൻ്റെ ഫ്രണ്ട് വശവും ലൈനിങ്ങും എല്ലാതും ഇപ്പോൾ ഒരേ അളവിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വശത്ത് തന്നെ ഒരു 3 പീസ് തുണി വരുന്നുണ്ട്. അതുപോലെ ബാക്ക് വശത്തും 3 ലെയറായിട്ടാണ് കേട്ടോ തുണി നിൽക്കുന്നത്. ചുരിദാറിൻ്റെ ഫസ്റ്റത്തെ ആ ഒരു ഭാഗത്ത് നമ്മൾ താഴ്വശമൊക്കെ മടക്കി തയ്ച്ചിപ്പോൾ നിൽക്കുന്നതാണ്. അപ്പം അത് കാരണം തന്നെ ഇതിൻ്റെ ആ ലൈനിങ് വരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, അതായത് 2 പീസ് വരുന്നുണ്ട് കേട്ടോ. പാവാട പോലെ വരുന്നതും പിന്നെ അതിൻ്റെ ലൈനിങ്ങും, അത് രണ്ടും കൂട്ടിയിട്ട് നമ്മളിത് ഇതേപോലെ വെട്ടിയെടുക്കുകയാണ് കേട്ടോ, കുറച്ച് കയറ്റിയിട്ട്. ചുരിദാറിൻ്റെ ഫ്രണ്ട് വശത്ത് നമ്മൾ കറക്റ്റ് വെട്ടി ഒപ്പാക്കിയതിൻ്റെ ശേഷം അതിൻ്റെ ബാക്ക് വശത്തും ഇതുപോലെ തന്നെ ലൈനിങ് പീസ് കുറച്ച് കയറ്റി വെട്ടി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് നല്ല വൃത്തിയായിട്ട് മടക്കി തയ്ക്കാം. അപ്പോൾ ഇതിലൊരു പീസ് തുണി നമുക്ക് കുറച്ച് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു നടുവശത്ത് വരുന്ന ആ ഒരു തുണീനെ കുറച്ച് മുകളിലോട്ട് കയറ്റിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ലൈനിങ് പീസ് മാത്രം തയ്ക്കണമെങ്കിൽ തയ്ച്ചിടാം. ലൈനിങ്ങിൻ്റെ പീസ് നമ്മൾ മടക്കി തയ്ക്കുന്ന സമയത്ത് 2 പീസും കൂട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇങ്ങനെ ചുളിവുകളൊന്നും ഇല്ലാതെ തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗം കറക്റ്റ് നല്ല ഭംഗിയായി തയ്ച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പ് എങ്ങനെയായിരുന്നു എന്നുള്ളത് ആദ്യം കണ്ടതല്ലേ, അപ്പോൾ അത് കാരണം തന്നെ കുറച്ച് കാര്യങ്ങൾ ആ സ്ലിറ്റ് തയ്ക്കുമ്പോൾ ഒന്ന് കറക്റ്റാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ താഴ്വശത്ത് നിന്നിട്ട് നമ്മളിത് ഇതേപോലെ തയ്ക്കുമ്പോൾ ആ ഒരു ചുരിദാറിൻ്റെ മെയിനായിട്ടുള്ള തുണി ഉണ്ടല്ലോ, അതിൻ്റെ സൈഡ് വശത്ത് സൈഡ് മടക്കി തയ്ച്ചതുണ്ടല്ലോ, ഒരു പട്ട പോലെ തയ്ക്കുന്നത്, അത് നമുക്ക് വെട്ടിക്കളയാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ലിറ്റ് അടിക്കാനുള്ള തുണി ഉണ്ടാവില്ല. അപ്പോൾ അത് കാരണം നമ്മളത് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ നേരെ അതിനെ മറച്ച് തയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ 2 മടക്ക് സാധാരണ സ്ലിറ്റ് അടിക്കുമ്പോൾ മടക്കുന്നോണം മടക്കുന്നില്ല, ഒറ്റ മടക്കേ മടക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ലൈനിങ്ങിൻ്റെ ആ ഒരു പീസിനെ നമ്മൾ ഉള്ളിലേക്ക് വൃത്തിയായി വെച്ച് കൊടുക്കാം കേട്ടോ തയ്ക്കുന്ന സമയത്ത്. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ ഈ ഒരു സ്ലിറ്റ് തയ്ക്കുന്ന സമയത്ത്. അപ്പം നമ്മുടെ ഒരു വശത്ത് സ്ലിറ്റ് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡിലും സ്ലിറ്റ് നമുക്ക് ഭംഗിയായി തയ്ച്ചെടുക്കാം. നമ്മുടെ ടോപ്പിൻ്റെ സ്ലിറ്റ് വശമൊക്കെ നല്ല ഭംഗിയായി തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു തെറ്റത്തു കൂടെ ഒരു സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ല വൃത്തിയായിട്ടിരിക്കും. ഇനി നമുക്കിത് നമ്മുടെ ചുരിദാറിനെ ഇനി മറച്ചിട്ടിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടോപ്പിൽ. അപ്പോൾ നോക്കി എത്ര വൃത്തിയായിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് ശരിയാക്കി എടുത്തതെന്നുള്ളത്. അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ഇതുപോലത്തെ ടോപ്പുകളൊക്കെ ഇടാൻ പറ്റാതെ നമ്മൾ ഒരു മോഡൽ വരുമ്പോഴാണല്ലോ അത് നമുക്ക് ഇഷ്ടമായിട്ട് തയ്ക്കുക. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കത് വേണ്ടാന്നുള്ള ഇതിൽ നമ്മളവിടെ മാറ്റി വയ്ക്കും. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്ന ടോപ്പുകൾ ഇതേ രീതിയിൽ സ്ലിറ്റ് ഇട്ടിട്ട് ഒന്ന് തയ്ച്ച് നോക്കാം കേട്ടോ. ഈ ഒരു മോഡൽ മാത്രമല്ല കേട്ടോ, വേറെ ഏത് മോഡലായാലും ഇതേ തരത്തിൽ നമുക്ക് സ്ലിറ്റ് ഇട്ട് തയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.